കേരളത്തെ ചതിച്ച രണ്ട് പേരുടെ കഥയല്ലിത്, ചരിത്രമാണ്. നേമത്തെയും വട്ടിയൂർക്കാവിലെയും വോട്ടർമാർ ഇക്കൊരു ഒരവസരത്തിനെ കാത്തിരിക്കുകയാണ്. ഒരച്ഛൻ്റെയും മകൻ്റെയും ചതിക്കും അതിനോടൊപ്പം ഇരു മുന്നണികളുടെയും രാഷ്ട്രീയ വഞ്ചനയ്ക്കും ചതിക്കുമെതിരെയുള്ള വിധി എഴുതാൻ. നേമത്തും വട്ടിയൂർക്കാവിലും ജനവിധിയെ അവഹേളിച്ച് അവജ്ഞയോട് തള്ളിക്കളഞ്ഞ ജനങ്ങളെ തൃണവൽക്കരിച്ച പുല്ലിന്റെ വില പോലും നൽകാത്ത ഒരച്ഛനും മകനുമാണ് ആ വഞ്ചകർ. സാക്ഷാൽ കെ കരുണാകരനും മകൻ കെ മുരളീധരൻ. അവർ തന്നെയാണ് ഈ വഞ്ചകരെന്ന് നിയമം ഉറക്കെ വിളിച്ചു പറയുന്നു. വട്ടിയൂർക്കാവ് 1982 നിയമസഭാ തിരഞ്ഞെടുപ്പിൽ മാളയിലും നേമത്തും മത്സരിച്ച കെ കരുണാകരന് മാളയിലെ വിജയം നിലനിർത്തി നേമത്തെ ജനവിധിയെ അവഗണിക്കുകയായിരുന്നു. നിയമം വിട്ട് ഓടി കരുണാകരൻ. മാളയിലെ വിജയത്തിൽ സംശയമുള്ളതിനാലാണ് താൻ നേമത്ത് മത്സരിച്ചതെന്നും രണ്ടിടത്തും വിജയിച്ചു, തൻ്റെ സ്വന്തം മണ്ഡലം മാളയാണ്, അതുകൊണ്ട് താൻ മാളയെ കെട്ടിപ്പുണരുന്നു, നേമത്തെ ജനവിധിയെ തള്ളിക്കളയുന്നു എന്നാണ് കെ കരുണാകരൻ. 2016 കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി മകൻ കെ മുരളീധരൻ 7622 വോട്ടിന്റെ ഭൂരിപക്ഷം നേടിയാണ് വട്ടിയൂർക്കാവിൽ നിന്നും വിജയശ്രീലാളിതനായത്. അന്ന് കെ മുരളീധരൻ ഉപേക്ഷിച്ചത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ വേണ്ടിയാണ് വട്ടിയൂർക്കാവിനെ. അച്ഛന്റെ വഴിയെ സഞ്ചരിച്ച മകൻ കെ മുരളീധരൻ 2021 കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി നിയമിച്ചു. അവിടെ കിട്ടിയത് ദയനീയമായ തോൽവി. നിയമം അന്നൊരു പ്രതികാരം ചെയ്തു. നിയമത്തെ BJP അക്കൗണ്ട് പൊട്ടിച്ചത് താനാണെന്ന് അവകാശപ്പെടുമ്പോൾ വിജയിച്ചത് അതെ വി ശിവൻകുട്ടിയാണ്. അപ്പോൾ അക്കൗണ്ട് പൊട്ടിച്ചയാൾ ശിവൻകുട്ടി ജയിപ്പിച്ചു. വട്ടിയൂർക്കാവ് ഇപ്പോൾ തന്റെ തറവാടെന്ന് അവകാശപ്പെടുകയാണ് ഇന്ന് മുരളീധരൻ. തറവാട്ടിൽ തന്നെ അപമാനിച്ച മുരളീധരൻ ഇപ്പോൾ നേമത്ത് രംഗത്തിറക്കിയിരിക്കുന്നത് ശബരിനാഥിനെയാണ്. അരീക്കലിൽ വിജയിച്ച ശബരി കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് തോറ്റ ശേഷം മണ്ഡലം ഉപേക്ഷിച്ചാണ് ഇതാ നിയമത്തിരിക്കുന്നത്. ആദ്യം മുരളീധരന്റെ പേരായിരുന്നു നിയമത്തിൽ കേട്ടത്. പക്ഷെ മുരളീധരന്റെ ഒരു ഭയമുണ്ടായിരുന്നു, വീണ്ടും നിയമങ്ങൾ തനിക്കെതിരെ വിധി എഴുതുന്നത്. എന്തായാലും ഇക്കുറി വട്ടിയൂർക്കാവിൽ ശക്തയായ എതിരാളിയാണ് ആർ ശ്രീലേഖ. അങ്ങനെ കെ മുരളീധരൻ നെട്ടോട്ടമിടുന്ന അവസ്ഥ. തനിക്കെതിരെ വരുന്ന എതിർ പാർട്ടികളുടെ പ്രചരണവാനക്കെതിരെ പോലും ഇതാ പരാതിപ്പെടേണ്ട ഗതികേടാണ് കെ മുരളീധരൻ. അങ്ങനെ സ്ഥലജല വിഭ്രാന്തിയാണ്. LDF നടത്തി വട്ടിയൂർക്കാവിൽ പ്രശാന്ത്. CPM-ന്റെ നോമിനിയായിരുന്ന ഒരു ചുക്കും ചുണ്ടമ്മം അറിയാത്ത മേയർ MLA എന്ന പദവിയിലേക്ക് ഉയർത്തപ്പെടുകയായിരുന്നു. ആര്യ രാജേന്ദ്രനെ പോലെ മറ്റൊരു അവതാരം. വട്ടിയൂർക്കാവിന് ഇനിയും ഈ ശാപം വേണമെന്നാണ് മണ്ഡലം ഇപ്പോൾ ചോദിക്കുന്നത്. 10 വർഷമായി നിയമത്തെ പ്രതിനിധീകരിക്കുന്ന ശിവൻകുട്ടിയും മേയർ പദവി വഹിച്ചിട്ടാണ് അവിടെ ചെന്നിരുന്നത്, MLA ആയത്. ഒരു MLA എങ്ങനെയാകാൻ പാടില്ല എന്ന് തെളിയിച്ച ശിവൻകുട്ടിയുടെ നിയമസഭയിലെ അഭ്യാസ പഠനങ്ങൾ കേരളം കണ്ടതാണ്. കഴിഞ്ഞ പാർലമെന്റ് തിരഞ്ഞെടുപ്പിലും തദ്ദേശ തിരഞ്ഞെടുപ്പിലും മുഖ്യ മണ്ഡലത്തിൽ മേൽക്കൈ നേടിയ BJP-യുടെ തേരോട്ടം കണ്ട് മുട്ടുകാലിട്ടടിക്കുകയാണിപ്പോൾ ശിവൻകുട്ടിയും LDF-ഉം കൂട്ടരും. അപ്പോഴാണ് BJP അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ഞെട്ടിക്കുന്ന ആ സത്യം തുറന്നു പറഞ്ഞത്. വിദ്യാഭ്യാസ വകുപ്പ് ഭരിക്കുന്ന മന്ത്രിയുടെ മണ്ഡലത്തിൽ ഇതാ വിദ്യാർത്ഥികൾ നിലത്തിരുന്ന് പഠിക്കേണ്ട ഗതികേടിലാണ്. ഇതിൽ പരം നാണക്കേട് ശിവൻകുട്ടിക്ക് ഇനി വരാനുമില്ല. എന്തായാലും കെ കരുണാകരൻ ജീവിച്ചിരുന്നെങ്കിൽ BJP-ക്കൊപ്പം നിൽക്കുമായിരുന്നു എന്ന് മകൾ തൃശൂർ മണ്ഡലത്തിലെ NDA സ്ഥാനാർത്ഥി പത്മം വിരിക്കാൻ നിൽക്കുന്ന പത്മജ വേണുഗോപാൽ വെറുതെ ഒന്നുമല്ല പറഞ്ഞത്. തൃശ്ശൂരിലും പത്മജ വേണുഗോപാൽ ജയിക്കുമെന്ന് ഏറെ ഉറപ്പാണ്. എനിക്ക് ഇങ്ങനെ ഒരു അച്ഛനില്ലെന്ന് പറഞ്ഞ കെ മുരളീധരന്റെ മനസാക്ഷി എന്താണ് ശുഷ്കമാണെന്ന് നേരത്തെ നിയമം മനസ്സിലാക്കിയതാണ് അവർ വിധി എഴുതി. ഇപ്പോഴിതാ വട്ടിയൂർക്കാവും അതേ മകന്റെ അച്ഛനെക്കുറിച്ചുള്ള പരാമർശങ്ങൾ കേട്ട് ഞെട്ടിത്തരിച്ചു നിൽക്കുകയാണ്. പണ്ട് പറഞ്ഞതാണെങ്കിലും അച്ഛനെതിരെ പറഞ്ഞ ആ വാക്ക് തന്നെയാണ്. മുരളീധരൻ അത് നിഷേധിച്ചിട്ടില്ല. എന്തായാലും തന്റെ അച്ഛൻ ജീവിച്ചിരുന്നെങ്കിൽ BJP-യിലേക്ക് വന്നേനെ എന്ന് തൃശ്ശൂരിലെ സ്ഥാനാർത്ഥി പത്മജ വേണുഗോപാൽ. അച്ഛൻ അപമാനമാണെന്ന് പറഞ്ഞു കിടന്ന മകൻ കെ മുരളീധരൻ. അച്ഛൻ തന്നെ നിയമത്തെ മാളയ്ക്ക് വേണ്ടി കാലുവാരി. അങ്ങനെ നിയമത്തെ ജനങ്ങൾ ഒന്നല്ല പല അനുഭവങ്ങൾ കൊണ്ട് അവർ മനസ്സിലാക്കിയിരിക്കുന്നു. അതേ അനുഭവം വട്ടിയൂർക്കാവ് ഇനി ആവർത്തിക്കാൻ പാടില്ല. ഒരിക്കൽ കെ മുരളീധരൻ MP ആയപ്പോൾ, വടകര MP ആയപ്പോൾ വട്ടിയൂർക്കാവിനെ ഉപേക്ഷിച്ചതാണ്. അങ്ങനെ മുരളീധരൻ ഉപേക്ഷിച്ച് പോയപ്പോഴാണ് അവിടെ LDF സ്ഥാനാർത്ഥി പ്രശാന്തിന് ഇടം കിട്ടിയത് വട്ടിയൂർക്കാവിൽ നിന്നുള്ള MLA ആയിട്ട് ഒരു ഇടക്കാല തിരഞ്ഞെടുപ്പിൽ. ഇനിയെങ്കിലും ഇത്തരമൊരു ദുർഗതി വട്ടിയൂർക്കാവിന് ഉണ്ടാകരുത്. 5 കൊല്ലം സ്ഥിരമായ ഒരു MLA, 5 കൊല്ലം ശക്തനായ ഒരു MLA, ശക്തയായ MLA, 5 കൊല്ലം കരുത്തിയായ ഒരു MLA, അതും ഭരണപാടവവും ബ്യൂറോക്രസിയും ഒക്കെ അരച്ചു കലക്കി കുടിച്ചിരിക്കുന്ന ഒരു വനിതാ IPS മേധാവിയായിരുന്ന ഒരു വനിതാ സ്ഥാനാർത്ഥി ആർ ശ്രീലേഖ തന്നെ വട്ടിയൂർക്കാവ് ജയിച്ചു വരണമെന്ന് തന്നെയാണ് ഇപ്പോൾ വട്ടിയൂർക്കാവ് മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്നത്.